ഫാൻസിന്റെ ഇടയിൽ മാത്രം ജനപ്രിയമെന്ന് അറിയപ്പെടുന്ന ദിലീപിന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് ഫ ഫ ബ. നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത ഈ ബിഗ് ബജറ്റ് ചിത്രത്തിൽ മലയാളത്തിന്റെ സൂപ്പർ താരം മോഹൻലാൽ അതിഥി വേഷത്തിലെത്തുകയും ചെയ്തു. എന്നാൽ ആദ്യ ദിവസം സമരസഭകൾ മാത്രമാണ് ഫ ഫ ബയ്ക്ക് സ്വന്തമാക്കിയത്. ലോജിക്കില്ല, വെറും ഭ്രാന്ത് മാത്രം എന്ന ടാഗ്ലൈനോടെ ചിത്രം ആരംഭിക്കുന്നത്. സ്പൂഫ് ജോണറിൽ ഓവർ ദ ടോപ്പ് സീനുകൾ ചിത്രത്തിൽ ഉടനീളം. എന്നാൽ പ്രേക്ഷകരെ ചിത്രമായി കണക്ട് ചെയ്യുന്നതിൽ അണിയറ പ്രവർത്തകർ പരാജയപ്പെട്ടായി പറയേണ്ടി വരും. പഴയ സംവിധായകരെ മാറ്റി ന്യൂജൻ ടീമുമായി ദിലീപ് കൈകോർത്തുവെന്ന് കേട്ടപ്പോൾ ആരാധകർക്ക് ചെറിയ പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ പഴയ സിനിമകളല്ല, എവിടെയോ അവിടെ ഒരു ഇഞ്ച് പോലും ദിലീപ് മാറിയിട്ടില്ലെന്ന് തെളിയിക്കാൻ ഒരൊറ്റ ഡയലോഗ് മാത്രം മതിയായിരുന്നു. ദിലീപിനെക്കുറിച്ച് ധ്യാൻ ശ്രീനിവാസന്റെ കഥാപാത്രം പറയുന്ന ഡയലോഗ് ഇതിനകം വിമർശനങ്ങൾക്ക് വിധേയമായി. അണ്ണൻ ആദ്യമായി കിഡ്നാപ്പ് ചെയ്യുന്ന ലക്ഷ്മിക്കുട്ടിയായിരുന്നു എന്ന് പറയുമ്പോൾ ആ സ്ത്രീ ദിലീപിന്റെ ഒമിനി വാനിൽ വന്ന് കിഡ്നാപ്പ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. പിന്നീട് അവർ ലക്ഷ്മിക്കുട്ടി എന്ത് ചെയ്തു എന്ന് വിനീതിന്റെ കഥാപാത്രം ചോദിക്കുമ്പോൾ എന്നിട്ട് അണ്ണൻ അവളെ കറന്നു എന്നാണ് ധ്യാന്റെ മറുപടി. ലക്ഷ്മിക്കുട്ടി ആളൊരു പശുവ എന്ന് പറഞ്ഞാണ് ആ സീൻ അവസാനിപ്പിക്കുന്നത്. തിയേറ്ററിൽ ഈ ഡയലോഗ് കേട്ടപ്പോൾ ദിലീപിന് ഒരു മാറ്റമില്ലെന്ന് ഉറപ്പിക്കുകയും ചെയ്തു. ഈ 2025 ഇങ്ങനൊരു ഡയലോഗ് ഉൾപ്പെടുത്താൻ അണിയറ പ്രവർത്തകർക്ക് എങ്ങനെ തോന്നി എന്നാണ് ചിന്തിക്കുന്നത്. ഇതാദ്യമല്ല ദിലീപ് സിനിമകൾ റേപ്പിനെ തമാശ രൂപേണ അവതരിപ്പിക്കുന്നത്. 2002 പുറത്തിറങ്ങിയ മീശ മാധവൻ മുതൽ ദിലീപിന് റേപ്പ് ഒരു തമാശയാണ്. കാമുകിയുടെ മുറിയിൽ രാത്രി മോഷ്ടിക്കാൻ കയറുന്ന മാധവൻ കിടക്കണയിൽ കിടക്കുന്ന ഒരു റേപ്പ് വെച്ച് തന്നാലുണ്ടല്ലോ എന്ന രീതിയിൽ പറയുന്ന ഡയലോഗ് ഈയിടെ വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വിധേയമായി. അടുത്തിടെ ഈ ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് രഞ്ജൻ പ്രമോദ് ആ ഡയലോഗിനെ കുറിച്ച് വെളിപ്പെടുത്തി. ആ ഡയലോഗ് എഴുതിയത് താനല്ലെന്നും തന്റെ കഥയിൽ മാധവൻ സ്വന്തം കാമുകിയെ റേപ്പ് ചെയ്യുന്നില്ലെന്നും രഞ്ജൻ പ്രമോദ് വ്യക്തമാക്കി. ഇതോടെ ആ ഡയലോഗിന്റെ സൃഷ്ടാവ് ആരെന്ന കാര്യത്തിൽ ഏറെക്കുറെ വ്യക്തതയും വന്നു. 2012 പുറത്തിറങ്ങിയ മിസ്റ്റർ മരുമകനും ദിലീപിന്റെ വക ഇത്തരത്തെ റേപ്പിനെ തമാശ രൂപേണ അവതരിപ്പിച്ചു. അതേ വർഷം റിലീസായ മായാമോഹിനിയിലെ സ്ത്രീകളെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന പേട്ടൻ തമാശകളുടെ കൂമ്പാരമായിരുന്നു. തൊട്ടടുത്ത വർഷം റിലീസായ ശൃംഗാരവേലൻ ഇതിന്റെ ഭീകരമായ വരഷമായിരുന്നു. പിഡോഫിലിയ വരെ തമാശയാക്കിയ മറ്റ് ദിലീപും കൂട്ടാളികളും അവതരിപ്പിച്ചത്. വെൽക്കം ടു സെൻട്രൽ ജയിലിൽ സ്ഥിതി വ്യത്യസ്തമല്ലായിരുന്നു. സ്ത്രീകളെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന വേട്ടന്റെ സ്ഥിരം തമാശകൾ പിന്നീടുള്ള സിനിമകളിലും കാണാൻ സാധിച്ചു. പവി കെയർടേക്കർ, പ്രിൻസ് ആൻഡ് ഫാമിലി എന്നിവയിൽ അവസാന എൻട്രിയായി ഫാഫാ ബായിലും കാണാം. പൊളിറ്റിക്കൽ കറക്ഷൻസും പൊളിറ്റിക്കൽ കമ്മിറ്റ്മെന്റ്സും അടുത്തുകൂടി പോയിട്ടില്ലാത്ത ഇത്തരം ഡയലോഗുകൾ തമാശയാണെന്ന് ദിലീപ് ഇനി എങ്ങനെ തിരിച്ചറിയുമെന്നാണ് ചിന്തിക്കുന്നത്.